ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്നൊക്കെയുള്ളത് നോക്കാം. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ എനർജിയും നിങ്ങൾക്കുള്ള ഗൈഡൻസും. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്, ആ സിറ്റുവേഷൻ, ഫീലിങ്സ്, തോട്ട്സ് വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ് കൊണ്ടുവരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അതുപോലെ ഈ പേഴ്സണെ കുറിച്ചിട്ടും വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്താണ്? ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് ജഡ്ജ്മെന്റ് എന്ന കാർഡാണ്. ഓക്കെ, ഇവിടെ എനിക്ക് 8 ഓഫ് കപ്സും അതുപോലെ 10 ഓഫ് സോട്ട്സ് എന്ന കാർഡും റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാളും നിങ്ങളിൽ നിന്നും ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിന്നിട്ടുണ്ടാകാം. നിങ്ങളിലേക്ക് ഒന്നും റെസ്പോണ്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ ഒന്നും പറയാതെയോ നിങ്ങളെ ഒന്നും വിളിക്കാതെയോ ഒക്കെ ഇരുന്നിട്ടുണ്ടാകാം. നിങ്ങളെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് വെച്ച ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാകും. കാരണം 10 ഓഫ് സോട്ട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ തമ്മിലൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ പേഴ്സൺ മനസ്സിലത് ഉറപ്പിച്ച് തന്നെ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇനി ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിലാണ് ഇവർ ഈ ഒരു ഇത് വരുത്തിയിട്ടുള്ളത്. ഓക്കെ, ഒരു പെയിൻഫുൾ എൻഡിങ് വരുത്തിയിട്ടുള്ളത്. പക്ഷെങ്കിൽ ഇപ്പം ഈ സിറ്റുവേഷൻ ഇല്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഈ എനർജിയിൽ ഒരു ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പം അവർ സ്നേഹബന്ധങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ള ആ ഒരു എനർജി അവർക്ക് റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പം അങ്ങനെയല്ല ഉള്ളത്. ഈ പേഴ്സൺ ഇപ്പം നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അത് തോട്ട്സ് കൊണ്ടായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബ്രേക്കപ്പിലോ നോ കോണ്ടാക്റ്റിലോ നിൽക്കുന്ന പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാകാം. ഓക്കെ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ഇപ്പം എന്തായാലും നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ഒരു എനർജി ഇപ്പം അവർക്ക് ഇല്ല എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ട്. മനസ്സിലാക്കുക, നിങ്ങളെ കോണ്ടാക്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ പേഴ്സൺ ഇപ്പോൾ എനർജിയിലല്ല ഉള്ളത്. നിങ്ങളെക്കുറിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ അവർ ചിന്തിക്കുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, ആ എൻഡിങ് എന്തായാലും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ, ആൻഡ് അവരുടെ എനർജി നോക്കുന്ന സമയത്ത് എനിക്കിവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. കണ്ട ഒരു സൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ പേഴ്സൻ്റെ തോട്ട്സ് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വെളിച്ചം കൊണ്ടുവരണം. ഓക്കെ, ഈ ബന്ധത്തിൽ കുറച്ചും കൂടി ഒന്ന് മാറ്റങ്ങൾ കൊണ്ടുവരണം, വെളിച്ചം കൊണ്ടുവരണം എന്നുള്ള മെയിൻ ആയിട്ടുള്ള അവരുടെ ചിന്തയിൽ വരുന്ന കാര്യമാണ്. റിലേഷൻഷിപ്പിൽ ഒരു ലൈറ്റ് ആക്കണം, അതായത് ഒരു വെളിച്ചം കൊണ്ടുവരണം, ഒരു മാറ്റം ഉണ്ടാക്കണം. ഇത്രയും നാളും ഉണ്ടായിരുന്നത് പോലെയല്ല. നിങ്ങളെ വേദനിപ്പിച്ചതിലൊക്കെ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മറക്കാനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഓർക്കുക, ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ്. അതായത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. സോ ഇവിടെ ജഡ്ജ്മെന്റ് എന്ന കാർഡ് എനിക്ക് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ വരുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി വരുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ പല ലിസൺസും ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എടുത്തു എന്ന് കാണുന്നുണ്ട്. അതായത് ഒരു കർമ്മ സൈക്കിളിലൂടെ നിങ്ങളുടെ വ്യക്തി കടന്നു പോയിട്ടുണ്ടാകാം. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ അവർ ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾക്കുള്ള ഒരു റിസൾട്ട് അവർക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ കിട്ടിയത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതിൽ നിന്നും പല ലിസൺസും എടുത്തിട്ടുണ്ട്. ആ ലിസൺസും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്തൊക്കെ നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ടാകാം. അവർ വേണ്ടാന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ പേഴ്സണ് മനസ്സിലായി, അല്ലെങ്കിൽ യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തു. ഓക്കെ, അതിനെ തന്നെയാണ് നമ്മൾ കർമ്മ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തതിനുള്ള ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു. ഓക്കെ, അത് ഒരു ഡിലേ അല്ല, നമ്മൾ ചെയ്യുന്നതെല്ലാം ആ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, പ്രതിഫലമായിട്ട്.
ഓക്കെ, അപ്പോൾ ഇത് ഈ പേഴ്സണും കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഒരു മാറ്റം സംഭവിച്ചത് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതേപോലെ തന്നെ ഈ പേഴ്സൻ്റെ തോട്ട്സ് കുറച്ചും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഈ പേഴ്സൻ്റെ തോട്ട്സ് എന്താണെന്നുള്ളത്, റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ തോട്ട്സ് എന്താണ്, ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള. എന്തായാലും ഈ പേഴ്സണ് നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് അവർ നല്ല രീതിക്ക് തന്നെ ചിന്തിക്കുന്നുണ്ട് ഇപ്പം. ഏസ് ഓഫ് വൺസ് ആണ് വന്നത്. നൈസ്. ഇത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു പുതിയ ലൈഫ് തരാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു കാർഡാണ് എടുത്തോ ഏസ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ. അതായത് അവരുടെ ലൈഫിലേക്ക് സ്വീകരിക്കാൻ അല്ലെങ്കിൽ പുതിയൊരു ലൈഫോടെ നമ്മൾ പ്രപ്പോസ് ചെയ്യുക, ക്ഷണിക്കുക ലൈഫിലേക്ക്, ആ ഒരു എനർജിയാണിത്. അപ്പോൾ അവരുടെ തോട്ട്സിനകത്ത് അവർ ചിന്തിക്കുന്ന കാര്യം ഇതാണ്. അതായത് നിങ്ങളെ ഇത്രയും നാൾ കൊണ്ട് നടന്നതുപോലെ അല്ലാതെ ഓപ്പൺ ആയിട്ട് നിങ്ങളെ കൊണ്ട് നടക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാകാം. അതായത് ഇത്ര നാൾ മറ്റുള്ളവർ അറിയാതെ വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം അത് വേണ്ട എന്നുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ നാലാൾ അറിയട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകാം. ആൻഡ് അതേപോലെ തന്നെ ഒരു ലൈഫ് നമ്മളെന്താ പറയുക, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയിൽ. ഓക്കെ, എന്താണ് കറണ്ട് ഫീലിങ്സ്? ഇതും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. 10 ഓഫ് കപ്സ് ആണ്. ഫുൾഫിൽമെൻ്റ് ആണ്. നമ്മൾ അവരുടെ ഫീലിങ്സ് ആണ് നോക്കിയത്. ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു സോൾ കണക്ഷൻ ഉണ്ട്. മേ ബി അതായിരിക്കാം നിങ്ങൾക്ക് തമ്മിലൊരു സെപ്പറേഷന് സാധിക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറക്കാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പം മറക്കും, മൂവ് ഓൺ ചെയ്യും എന്നൊക്കെ പറഞ്ഞാലും ഇവിടെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതേ സിറ്റുവേഷനാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. അതായത് ഇവർക്കും ഇതേ എനർജിയാണ്. മേ ബി നിങ്ങളടുത്ത് സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി ഇതിനൊരു മാറ്റം വരും. ഉറപ്പായിട്ട് മാറ്റം വരും. നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഇവരെ സ്വീകരിക്കാനോ ഇവരെ കാത്തിരിക്കാനോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പേഴ്സൻ്റെ ഫീലിങ്സും തോട്ട്സും എനർജിയുമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം ഇതാണ് അവസ്ഥ. ഓക്കെ, ഹാപ്പിനെസ് ആണ്, ഫുൾഫിൽമെൻ്റ് ആണ്. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ തന്നെ പൂർത്തീകരണമാണ്. 10 എന്ന നമ്പർ കാണിക്കുന്നത് പോലും പൂർത്തീകരണമാണ്. ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ഇത് തന്നെയാണ്. സെയിം കാര്യം തന്നെയാണ് അവരുടെ തോട്ട്സിലുള്ളത്. ആൻഡ് ഇത് നോക്കൂ, എഗെയിൻ ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളതും ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ലവ് ആണ് കാണിക്കുന്നത്. ഓക്കെ, പുതിയ ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നു, പ്രപ്പോസൽ, മാരേജ് എന്നൊക്കെയുള്ള എനർജിയാണ്. സോ പഴയതല്ല, ആ സിറ്റുവേഷൻ ഒരു ടെമ്പററി മാത്രമായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിനൊരു നല്ലൊരു ചേഞ്ച് ഈ പേഴ്സണ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അവരുടെ തോട്ട്സ് ഫീലിങ്സ് ഒക്കെ ഇതാണ്. ഇനി നിങ്ങളുടെ എനർജിയും കൂടി ഒന്ന് നോക്കിയേക്കാം. നിങ്ങളുടെ എനർജിയും നിങ്ങൾക്കുള്ള ഗൈഡൻസും കൂടി നോക്കാം. നിങ്ങളുടെ എനർജി എന്താണ്? യൂണിവേഴ്സ് വന്നിട്ടുണ്ട്. ഒരു കാർഡും കൂടി ഒന്നും കൂടി എടുക്കാം കേട്ടോ. ഫയർ ഫൗണ്ടേഷൻ, ഹാർമണി. ഓക്കെ, ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ ഈ കാര്യത്തിൽ ഞാൻ കുടുങ്ങിപ്പോയി അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള തോട്ട്സ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾക്കിതിൽ നിന്നും മൂവ് ചെയ്ത് പോവുക അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട, ഈ റിലേഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കാം. പക്ഷേ ഇത് മറക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ മെമ്മറീസ് വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്, എനിക്ക് വേറെ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഈ ഒരു സോൾ കണക്ഷൻ കൊണ്ടാണ്. ഈ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ ലൈഫിൽ ഫോക്കസ് ചെയ്തോളൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് ഇതിൽ ഞാൻ കുടുങ്ങിപ്പോയല്ലോ, എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ, ഞാൻ പൂർണ്ണമായിട്ടും ഡൗൺ അല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഇവിടെ ന്യൂ ബിഗിനിങ്, ഹേർട്ട് ചക്രയൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങളുടെ സ്റ്റാൻഡിൽ, നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ഓക്കെ, അതായത് നിങ്ങൾക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് വേണ്ട. ഓക്കെ, ആൻഡ് ഫസ്റ്റ് എനിക്ക് വന്നത് യൂണിവേഴ്സ് എന്ന കാർഡാണ്. മേ ബി നിങ്ങളെല്ലാം യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം.
വളരെ നല്ല കാര്യം. സറണ്ടർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകാം. അത് നല്ല തന്നെയാണ്. ആൻഡ് അതുപോലൊരു പുതിയ ബിഗിനിങ് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പോസിറ്റീവായത് നിങ്ങളിലേക്ക് അട്രാക്റ്റായി നിങ്ങളിലേക്ക് വന്നു ചേരും. ഓക്കെ, അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവ് വൈബ്രേഷൻസ്, അത് റിലേഷൻഷിപ്പിലാണെങ്കിലും കരിയറിലാണെങ്കിലും എന്തിലാണെങ്കിലും നിങ്ങൾ അതിനെ ബ്ലോക്ക് ചെയ്യുന്നതിന് സമമാണ്. പോസിറ്റീവായിട്ട് വരുന്ന സാധനത്തിനൊക്കെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന എനർജിയാണ് ഈ നെഗറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. സോ റിമൂവ് ചെയ്ത് കളയുക, അതിനൊന്നും വേണ്ട. ഇപ്പോൾ സറണ്ടർ ചെയ്യുന്നുണ്ട് ചിലരെങ്കിലും, യൂണിവേഴ്സിൽ പറ്റാത്ത കാര്യങ്ങൾ സറണ്ടർ ചെയ്യുന്നു അല്ലെങ്കിൽ വിട്ട് കളയുന്നു. അത് തന്നെയാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കുറച്ചേ ഉണ്ടായിരുന്നിട്ടുള്ളൂ, വളരെ കുറച്ചാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.